ഹലോ ഓൾ. ഇന്ന് നമ്മുടെ അടുത്ത വിഭവം എന്താണെന്നറിയോ? ചേമ്പിൻ തണ്ട് കറിയാണ് കേട്ടോ. ഇത് നമുക്ക് നല്ല കുറുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് സൈഡ് ഡിഷായിട്ടും ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ചോറിന് കറിയായിട്ടും മേലെ ഒഴിച്ച് കഴിക്കുന്ന കറിയായിട്ടും നമുക്കത് ഒഴിച്ചു കറിയായിട്ടും ഉപയോഗിക്കാം. ഓക്കെ, അപ്പം നമുക്കതിന് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് ചേമ്പിൻ തണ്ടെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഓരോന്ന് നമ്മൾ ചേർക്കുന്ന സമയത്ത് അതിൻ്റെ ക്വാണ്ടിറ്റി പറഞ്ഞേക്കാം കേട്ടോ. ഇപ്പോൾ കുറച്ച് പരിപ്പ്, വേവിച്ച് വെച്ച പരിപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ഞാൻ പരിപ്പ് വേവിച്ച് വെച്ചതാണ് ഇത് ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ അത്ര ഉടയാതെയാണ് എടുത്തിരിക്കുന്നത്, കാരണം നമുക്കൊന്ന് കടിക്കുന്നത് പോലെ കിട്ടുമല്ലോ കറിയില്ലെന്ന് വെച്ചിട്ട്. ഉടയ്ക്കുകയാണെങ്കിൽ ഉടയ്ക്കുകയും ചെയ്യാം കേട്ടോ, നല്ല ഉടയുന്ന പോലെ വേവിക്കുകയും ചെയ്യാം. ഓക്കെ, ഞാനിനി ഇതിലേക്ക് ചേമ്പിൻ തണ്ട് ഞാൻ മുറിച്ച് വാഷ് ചെയ്തെല്ലാം വെച്ചതാണ്, ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മുളകും മല്ലിയും മഞ്ഞയും ഉപ്പും ചേർത്തിട്ടുണ്ട്. അതിൽ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അതിനെ അധിക സമയമൊന്നും വേണ്ട, എങ്കിലും ഒന്ന് നമുക്കൊന്ന് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് തേങ്ങ ചേർക്കാം. ഒരു ഹൈ ഫ്ലെയിമിലും അല്ല, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അത് കുക്ക് ചെയ്തെടുക്കും. ഒത്തിരി വെള്ളം ചേർക്കണ്ട. ഞാനിവിടെ കുറുക്കിയാണ് വെക്കുന്നത്, അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. പരിപ്പ് വേവിച്ച വെള്ളം മാത്രമേ അതിനകത്തുള്ളൂ. അപ്പോൾ ഞാനൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടുണ്ട്. വെള്ളം പെട്ടെന്ന് കരിഞ്ഞു പോകും, വെള്ളം വറ്റിപ്പോവും, അത് വേവത്തുമില്ല. ഞാനിതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുകയാണേ, ഒന്നത് കുക്കാവട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ തുറന്ന് നോക്കുമ്പോൾ അത് വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങ ഒരു 1/4 മൂടി ഞാൻ ചിരവിയിട്ട് അതിൽ ഒരു 1/2 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ, വളരെ കുറച്ച് മതി, കുരുമുളകും ചേർത്ത് അരച്ചു വെച്ചതാണ്. ആ തേങ്ങ അരപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ കുറുക്കിയുള്ള കറിയാണ് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് കറി വ്യത്യാസം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായിട്ട് തേങ്ങ അരപ്പ് ചേർത്തിട്ടുണ്ട്, ഒന്ന് നന്നായിട്ട് ഇത് തിളക്കട്ടെ കേട്ടോ. ആ ഒരു തേങ്ങയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ. നമുക്കധികം ഇതിൽ വെള്ളമൊന്നും ഇല്ലാത്തത് കൊണ്ട്, കൺസിസ്റ്റൻസി ഇങ്ങനെ ആയതുകൊണ്ട്, തിക്കായതുകൊണ്ട് നന്നായി തിളയ്ക്കാനായിട്ട് ഇവിടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് ആക്കുക. ഉപ്പൊന്ന് ചെക്ക് ചെയ്തേക്കണം ഈ ടൈമിൽ, പോരെങ്കിൽ ആഡ് ചെയ്യുക. എനിക്ക് ഈ ക്വാണ്ടിറ്റി കറിക്ക് ഞാൻ ചേർത്ത ഉപ്പ് കറക്റ്റായിരുന്നു, ഞാൻ ചെക്ക് ചെയ്തു. ഇപ്പോൾ കുറുകി വന്ന നല്ലൊരു സൈഡ് ഡിഷ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഇനി കടുക് ചേർക്കാനുണ്ട്. ഒരു കടുക് താളിപ്പുണ്ട്, തളിച്ച് ചേർക്കണം. ഇനി നമുക്കത് ചെയ്യാം. ഞാനൊരു 1.5 ടീസ്പൂൺ എണ്ണ ചേർക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്കിനി ഒരു വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അപ്പം ഒരു 3 വെളുത്തുള്ളി ചതച്ചതാണ്, കുറച്ച് കറിവേപ്പിലയും. ഇപ്പോൾ വെളുത്തുള്ളി എല്ലാം ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇത് ചോറിന് നല്ലൊരു സൈഡ് ഡിഷായിട്ടാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒന്ന് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി ഇടുക. ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയുള്ള സിമ്പിൾ ചെറിയ ബിഗിനേഴ്സിന് പറ്റിയ കറികൾ ഇനിയും നമ്മുടെ ചാനലിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു.